മുറപ്പെണ്ണ്. രചനാ സംഭാഷണ മൈഥിലി മിത്ര. ഭാഗം 45. അമ്മയ്ക്കൊന്ന് കരയാതിരുന്നൂടെ? അതിന് മാത്രം ഇവിടെ ഇപ്പം എന്താ സംഭവിച്ചേ? ചുമ്മുവിന് സാവിത്രിയുടെ കരച്ചിൽ കണ്ടപ്പോൾ ഒരുപോലെ സങ്കടവും ദേഷ്യവും വരുന്നുണ്ടായിരുന്നു. ഇന്നലെ വെളുപ്പിനെ താൻ കയറി വന്നപ്പോൾ തൊട്ട് കാണാൻ തുടങ്ങിയതാ അമ്മയുടെ ഈ കരച്ചിൽ. ഇപ്പോഴും ആ കണ്ണുകൾ തോർന്നിട്ടില്ല. പണ്ട് അച്ഛൻ മരിച്ചപ്പോഴും അമ്മ ഇതുപോലെ തന്നെയായിരുന്നു. അന്നിങ്ങനെ കരഞ്ഞു കരഞ്ഞ് തളർന്നു വീണതാണ് അമ്മ. മൈനർ അറ്റാക്കായിരുന്നു. പിന്നീട് അതിൽ നിന്നുമൊക്കെ കരകയറാൻ ദിവസങ്ങൾ കുറേയേറെ എടുക്കേണ്ടി വന്നു. ഇപ്പോഴും അത് തന്നെയാണ് ആവർത്തിക്കുന്നത്. ആ കണ്ണുകൾ തോരുന്നില്ല. അറിയാം, തന്നെ ഓർത്തുള്ള പേടിയാണെന്ന്. പാവം, തന്നെ കാണാതിരുന്നപ്പോൾ ഒത്തിരി ടെൻഷൻ അടിച്ചിട്ടുണ്ടാവും. ഒരു വീട്ടിലും നടക്കാത്ത കാര്യങ്ങളല്ലേ തൻ്റെ വീട്ടിൽ നടന്നത്. അതിൻ്റെ ഒരു സങ്കടവും ഭയവും ഒക്കെ അമ്മയുടെ മനസ്സിൽ നിന്ന് അത്ര പെട്ടെന്നൊന്നും പോയില്ല എന്നത് ഉറപ്പാണ്. കഴിപ്പും കുടിപ്പും പോലും മറന്ന മട്ടാണ്. മായമ്മ നിർബന്ധിച്ച് കഴിപ്പിച്ചാൽ ഇത്തിരി വല്ലതും കഴിക്കും. പിന്നെയും ഈ ആലോചനയും പദം പറഞ്ഞുകൊണ്ടുള്ള കരച്ചിലും തുടരും. 2 ദിവസമായിട്ടും ഇതിനൊരു ശമനമില്ലെന്ന് കണ്ടതും ചുമ്മാ വല്ലാത്തൊരവസ്ഥയിൽ പെട്ടുപോയിരുന്നു. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നാലോ ഞാൻ എന്തു ചെയ്യായിരുന്നു? പറഞ്ഞത് തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ട് വിതുമ്മിക്കൊണ്ടിരുന്ന സാവിത്രിയെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അവൾക്കും അറിവില്ലായിരുന്നു. എൻ്റെ അമ്മേ, അതിനിപ്പോൾ എനിക്കൊന്നും പറ്റിയില്ലല്ലോ. ഞാനിങ്ങ് വന്നില്ലേ, ഇനിയിപ്പോൾ എന്തിനാ ഇങ്ങനെ കരയണേ? അവൾ അവരുടെ അടുത്ത് പോയിരുന്ന് കണ്ണുകൾ തുടച്ചു കൊടുത്തു. എന്നൊക്കെ നിനക്ക് പറയാൻ ചുമ്മു, പെറ്റ വയറിനെ അറിയൂ അതിൻ്റെ ദണ്ണം. നിനതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവണേലേ നീ ഒരമ്മയാവണം. അപ്പോൾ അറിയാൻ പറ്റും ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഈ വേദന. കരഞ്ഞു വീങ്ങി നീര് വെച്ചിരിക്കുന്ന മുഖം സാരി തുമ്പുകൊണ്ട് അമർത്തി തുടച്ചിട്ട് സാവിത്രി വീണ്ടും വിതുമ്പി. എൻ്റെ അമ്മേ, ദേ ഇങ്ങോട്ട് നോക്കിയേ. ഞാനിപ്പോഴും അമ്മയുടെ അടുത്ത് തന്നെയല്ലേ ഇരിക്കുന്നേ. എനിക്കൊന്നും പറ്റിയില്ലല്ലോ. സാവിത്രിയുടെ മടിയിലേക്ക് തല ചേർത്ത് വെച്ചുകൊണ്ടവൾ അവരെ സമാധാനിപ്പിക്കുവാനായി വീണ്ടും ശ്രമിച്ചുകൊണ്ടിരുന്നു. അതെ, ഒന്നും പറ്റിയില്ല. ഈശ്വരൻ കാത്തു. എൻ്റെ കണ്ണമ്മോൻ ഇതൊക്കെ നേരത്തെ സംശയം തോന്നിയുകൊണ്ട് മാത്രം അങ്ങോട്ട് വന്ന് നിന്നെ രക്ഷിച്ചു. അവനില്ലായിരുന്നെങ്കിലോ? ചുറ്റും ശത്രുക്കളാണ്. നാളെ ഇതൊന്നും ആവർത്തില്ലെന്ന് ആര് കണ്ടു? എനിക്ക് നീ മാത്രമേ ഉള്ളൂ ചുമ്മു. ഇങ്ങനെ കൊണ്ടുപോകാനും ഇല്ലായ്മ കൊടുക്കാനും ഞാൻ ഒരുപാട് പിള്ളേരെ ഒന്നും പെറ്റിട്ടില്ല. സാവിത്രിയുടെ ചിന്തകൾ കാട് കടന്നു. എൻ്റെ അമ്മേ, ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് അമ്മ ഈ ചിന്തിച്ചു കൂട്ടുന്നൊക്കെ, വെറുതെ BP കൂട്ടാൻ വേണ്ടി. ചുമ്മു അവരുടെ മടിയിലേക്ക് ദേഷ്യത്തോടെ വീണ്ടും മുഖം പൊഴുത്തി. നിനക്കിപ്പോൾ അങ്ങനെയൊക്കെ തോന്നും. അല്ലെങ്കിലും എൻ്റെ വിഷമങ്ങൾ നിനക്ക് എങ്ങനെയാണ് മനസ്സിലാവുക? എൻ്റെ കണ്ണടയുന്നതിന് മുന്നേ തന്നെ നിന്നെ എൻ്റെ കണ്ണമ്മോൻ്റെ കൈ പിടിച്ചു കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതും എത്രയും പെട്ടെന്ന്. അത് കഴിഞ്ഞ് എനിക്കെന്ത് പറ്റിയാലും ഒരു കുഴപ്പവും. കരച്ചിലിനിടയിലും ചുമ്മുവിൻ്റെ മുടിയിഴകളെ മാടി ഒതുക്കി വെച്ചവർ വാത്സല്യത്തോടെ. ഓഹോ, ഇപ്പോൾ ഇതാണോ മേലെടുത്ത് സാവിത്രിയുടെ മനസ്സിലിരിപ്പ്? കൊള്ളാലോ. പോയി അമ്മ ഒടുക്കെ എൻ്റെ കല്യാണത്തിൽ തന്നെ ചെന്ന് നിന്നല്ലേ. നിങ്ങളോടൊക്കെ ഞാൻ എത്ര പ്രാവശ്യം പറയണം എനിക്ക് ഇത്രയും പെട്ടെന്നൊരു വിവാഹം വേണ്ടെന്ന്. എനിക്ക് നിങ്ങൾ തന്ന സമയം കഴിയാനേ ഇനിയും കിടക്കുന്നു 6 മാസം കൂടി. ചുമ്മു പെട്ടെന്ന് സാവിത്രിയുടെ മടിയിൽ നിന്നും കലിപ്പിട്ടുകൊണ്ട് എഴുന്നേറ്റിരുന്നു. കല്യാണം 6 മാസം കഴിഞ്ഞാലും ഇപ്പോൾ കഴിഞ്ഞാലും കണ്ണൻ തന്നെയല്ലേ നിന്നെ കെട്ടുന്നേ, അല്ലാതെ പുറത്തു നിന്നുള്ള വേറെ ആരും അല്ലല്ലോ. കല്യാണം കഴിഞ്ഞാലും ഈ തറവാട്ടിലേക്ക് തന്നെയല്ലേ നിന്നെ അവൻ കെട്ടിക്കയറ്റിക്കൊണ്ട് വരുന്നേ. പിന്നെ എന്താ നിൻ്റെ പ്രശ്നം? സാവിത്രിക്ക് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അമ്മ എന്തൊക്കെയാ ഈ പറയുന്നേ? എൻ്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണമെന്നോ? അപ്പോൾ എനിക്ക് നിങ്ങളെല്ലാവരും കൂടി പണ്ട് തന്ന വാക്കോ, അതിനൊരു വിലയില്ലേ? ചുമ്മു ദേഷ്യം കൊണ്ട് വിറച്ചു. എനിക്ക് പറ്റില്ല ചുമ്മു. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നിന്നെ ഇനി ഇങ്ങനെ അഴിച്ചുവിടാൻ എനിക്ക് നിൻ്റെ കാര്യത്തിൽ വല്ലാത്ത പേടിയുണ്ട്. ഇനി മതി നിൻ്റെ ഒറ്റയ്ക്കുള്ള പോക്കും വരവും ഒക്കെ. കണ്ണൻ നിൻ്റെ കൂടെ ഉണ്ടെങ്കിലേ എനിക്കൊരു സമാധാനമാണ്. അവൻ നിന്നെ പൊന്നുപോലെ നോക്കിക്കൊള്ളും. നിനക്കൊരാപത്ത് വരാതെ നോക്കുവാൻ അവനെക്കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് എൻ്റെ മോൾ ഈ കല്യാണത്തിന് സമ്മതിക്കണം. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കല്യാണം നടക്കണം. പറ്റുമെങ്കിൽ അനുമോൻ്റെ വിവാഹത്തിനൊപ്പം തന്നെ നിങ്ങളുടേത് നടക്കണം. അതെൻ്റെ ഒരു ആഗ്രഹമാണ്.
അവർ ഉള്ളിലുള്ളത് മറച്ചു വയ്ക്കാതെ അതുപോലെ തന്നെ അവളോട് പറഞ്ഞു കൊടുത്തു. പറ്റില്ലമ്മ, എനിക്ക് പറ്റില്ല. 6 മാസം കൂടി കഴിഞ്ഞിട്ട് മാത്രമേ എൻ്റെ കല്യാണം നടക്കുവാൻ ഞാൻ സമ്മതിക്കുള്ളൂ. അതുവരെ ഞാനിങ്ങനെ ഒന്ന് ഫ്രീ ആയിട്ട് നടന്നോട്ടെ. പ്ലീസ്, പറ്റില്ലെന്ന് നിങ്ങൾ പറയരുത്. അമ്മയുടെ സംസാരവും തൻ്റെ പ്രമേയമേതുമില്ലാതെ അവരെടുത്ത തീരുമാനങ്ങളും ചുമ്മുവിനെ വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചു. അവൾ അവരുടെ മുൻപിൽ തലയ്ക്ക് കൈയും കൊടുത്തിരുന്നു പോയി. കാരണം മാധവിനെ കല്യാണം കഴിക്കാൻ തൻ്റെ മനസ്സിപ്പോഴും ഒരുക്കമല്ല. അനുവേട്ടൻ്റെ വിവാഹം നടക്കാൻ വേണ്ടി മാത്രം താൻ ആടിയ ഒരു നാടകം മാത്രമാണ് കണ്ണേട്ടനുമായിട്ടുള്ള ഈ പ്രൊപ്പോസൽ പോലും. അവരുടെ കെട്ട് കഴിഞ്ഞിട്ട് ഈ കല്യാണത്തിൽ നിന്നും എങ്ങനെയെങ്കിലും ഊരിപ്പോണമെന്നാണ് താൻ ഇതുവരെ ചിന്തിച്ചു കൂട്ടിയതും. അതിനൊക്കെയുള്ളൊരു തിരിച്ചടിയാണ് അമ്മ ഈ പറയുന്ന തീരുമാനം. പറ്റില്ല, ഇതിപ്പോൾ തന്നെ കൊണ്ട് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. എങ്ങനെയെങ്കിലും അമ്മയുടെ മനസ്സിൽ നിന്ന് ഈ തീരുമാനം മാറ്റണം. അല്ലെങ്കിൽ ഇത് തനിക്ക് വിനയായിട്ട് തന്നെ വരും. ചുമ്മുവിൻ്റെ മനസ്സ് അസ്വസ്ഥമാകാൻ തുടങ്ങി. നിനക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഇതുപോലെ ഫ്രീ ആയിട്ട് തന്നെ നടന്നൂടെ? വേണ്ടെന്ന് ഇവിടെ ആരാ പറഞ്ഞേ? നീ ഈ വീട്ടിലെ മരുമകളായാലേ നിന്റെ സാന്ദ്ര ആരെങ്കിലും കൈയടക്കി വെക്കുമോ? അവൻ്റെ കൈകളിലുള്ള ഒരു താലി നിൻ്റെ കഴുത്തി വീഴുമെന്നല്ലാതെ പ്രത്യേകിച്ച് നിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് ഇവിടെ ഞാനടക്കം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ നിനക്കെന്താണ് പ്രശ്നം? കണ്ണനെ തന്നെ കെട്ടാമെന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് വാക്ക് കൊടുത്തത് നീ തന്നെയല്ലേ? എന്നിട്ടിപ്പോൾ നീ എന്താ ഇങ്ങനൊക്കെ പറയുന്നേ? അവർക്ക് ചെറിയ രീതിയിൽ മകളോട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. കണ്ണനെ വിവാഹം കഴിച്ചാൽ മകളുടെ ഉള്ളിലുള്ള അവനോടുള്ള ദേഷ്യം പതിയെ പതിയെ മാറുമെന്ന് ആ പാവ അപ്പോഴും വിശ്വസിച്ചു. അതുമാത്രമല്ല, ചുമ്മു തൻ്റെ കണ്ണന് മുൻപിൽ ഈ തറവാട്ടിൽ തന്നെ ഉണ്ടാവുന്നുള്ള സ്വാർത്ഥതയും അവരിലുണ്ടായിരുന്നു താനും. എനിക്കിപ്പോൾ ഈ കല്യാണം വേണ്ട, അത്ര തന്നെ. കൂടുതലൊരു സംസാരത്തിന് താല്പര്യമില്ലാത്ത രീതിയിൽ അവൾ അത് അവിടെ വെച്ച് നിർത്തി. ഇപ്പോൾ വേണ്ടെന്നോ അതോ ഇനി ഒരിക്കലും വേണ്ടെന്നോ? എന്താ ചുമ്മാ നിൻ്റെ മനസ്സിലിരിപ്പ്? ഞാൻ നിൻ്റെ അമ്മയാ, എനിക്കൊന്നും മനസ്സിലാവില്ലെന്ന് നീ കരുതരുത്. ഇപ്പോഴും ആ പഴയ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് കണ്ണനോട് പകപോക്കുവാണോ നീ? സാവിത്രിയുടെ നെറ്റിത്തടങ്ങളിൽ സംശയത്താലുള്ള ചുളിവുകൾ വീണു. എൻ്റെ അമ്മേ, അങ്ങനൊന്നുമില്ല. ഉള്ളിൽ പക വെച്ചുകൊണ്ട് ഞാനെന്തിന് കണ്ണേട്ടനെ കല്യാണം കഴിക്കണം? ഒട്ടൊരു പതറിച്ച് തോന്നിയെങ്കിലും അവളും അമ്മയെ വാശിയോടെ എതിർത്തു. എങ്കിൽ നിനക്ക് കൊള്ളാം, നിന്നെ ഇഷ്ടമുണ്ടായിട്ട് തന്നെയാ ഈ വിവാഹത്തിന് അവൻ സമ്മതിച്ചത്. അതുകൊണ്ട് ഇനിയെങ്കിലും അവനോട് അകലെ വിട്ട് നടക്കാതെ കണ്ണനോട് അടുത്ത് പെരുമാറാൻ നോക്ക്. ഒന്നുമില്ലേലും ഇപ്പോൾ നീ എൻ്റെ മുമ്പിൽ നിൽക്കുന്നതിൻ്റെ കാരണം തന്നെ അവനല്ലേ? അവർ ചോദിച്ചു. അതിനുള്ള ഉത്തരം ചുമ്മു നൽകിയില്ല. പകരം സാവിത്രിയെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ്. നിങ്ങളുടെ വിവാഹം അതുടനെ തന്നെ നടക്കണം, നടന്നേ പറ്റൂ. ഒരറ്റാക്ക് കഴിഞ്ഞിരിക്കുന്ന ആളാണ് ഞാൻ. നിൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞേ പിന്നെ ഞാൻ ജീവിക്കുന്നത് പോലെ നിനക്ക് വേണ്ടിയാ. ഇനിയും നിന്നെക്കുറിച്ച് ആലോചിച്ച് തീ തിന്നാൻ എനിക്ക് വയ്യ. എൻ്റെ കണ്ണടയുന്നതിന് മുന്നേ തന്നെ നിന്നെ ഒരാളുടെ കൈപിടിച്ച് ഏൽപ്പിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. അത് നീയായിട്ട് തള്ളിക്കളയരുത്. നിൻ്റെ കാല് ഞാൻ പിടിക്കാം. ഇനിയൊരു ടെൻഷൻ എന്നെക്കൊണ്ട് താങ്ങില്ല ചുമ്മു. അമ്മയാ, എന്നാലും അപേക്ഷിക്കുകയാണെന്ന് നീ വിചാരിച്ചാൽ മതി. അവർ വീണ്ടും വിങ്ങിപ്പൊട്ടി. അപ്പോൾ കാത്തിരിക്കുക കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഭാഗം ഇന്ന് ഞാൻ വൈകിട്ടിടുന്നതായിരിക്കും. അപ്പോൾ സ്റ്റോറിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളുമായിട്ട് കമൻറ്റ് ബോക്സ് ഒന്ന് നിറയട്ടെ. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്ന ആൾക്കാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത പാർട്ട് നിങ്ങളുടെ റെസ്പോൺസ് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ഇതിൻ്റെ അടുത്ത പാർട്ട് ഞാൻ ഇന്ന് വൈകിട്ട് 6 മണിക്ക് അപ്ലോഡ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ റെസ്പോൺസ് ഉണ്ടെങ്കിൽ മാത്രം.